ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പോലെ തന്നെ ക്വാളിറ്റി ഒരു കമ്പനി വൈഡായിട്ട് കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ് ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ. ദെൻ എന്താണ് ക്വാളിറ്റി എന്നും ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മോഡ്യൂൾ 1 കണ്ടു. എ ബിസിനസ് ഓർഗനൈസേഷൻ പ്രൊഡ്യൂസസ് ഗുഡ്സ് ആൻഡ് സർവീസസ് to meet its customers' needs. Then quality has become a major factor in a customer's choice of products and services. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിന് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ്, ഒരു സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഗുഡ് ക്വാളിറ്റി ലീഡ്സ് ടു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കസ്റ്റമർ retention. Then TQC, what is mean by total quality control? Then the term total quality was first used in Tokyo in 1969 in a international conference. Then ആ ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റേതായ ഒരു ആശയങ്ങളോട് സാമ്യമുള്ളൊരു കൺസെപ്റ്റായിരുന്നു. അപ്പോൾ അത് ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ജപ്പാനിൽ സ്റ്റാർട്ട് ചെയ്ത് ദെൻ അതിനെ പിന്നെ കമ്പനി വൈഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് മാറി. ദാറ്റ് ഈസ് ഇൻവോൾവ്സ് ഓൾ എംപ്ലോയീസ് ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ് ടു ദ വർക്കേഴ്സ് ഇൻ ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാം. Then the total quality control that had been developed in Japan was re-imported to the US in 1980s and contributed to the revitalization of its industries. While the term TQC had been used in Japan, it was translated as TQM in Western nations. അപ്പോൾ ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ജപ്പാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ദെൻ അത് ഗ്ലോബലി പോയപ്പോൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒന്നിലേക്ക് മാറി. ദ ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ എ വെറൈറ്റി ഓഫ് വേസ്, ഓൾ ഓഫ് വിച്ച് എംഫസൈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫോക്കസിങ് ഓൺ ദ വേരിയസ് ആക്ടിവിറ്റീസ് വിതിൻ ഓർഗനൈസേഷൻ. ഇപ്പോൾ ടോട്ടൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ മെയിൻ എംഫസൈസ് എന്ന് പറയുന്നത് ഫോക്കസിങ് ഓൺ ദ വേരിയസ് ആക്ടിവിറ്റീസ് വിതിൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും ഫോക്കസ് ചെയ്യുക, ഇതിനെ ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. TQC has, for example, been described as a management framework to ensure continuing excellence. അപ്പോൾ കണ്ടിന്യൂയിങ് എക്സലൻസ് എൻഷുർ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ക്വാളിറ്റി കൺട്രോൾഡ് പ്രോഗ്രാമാണ് TQC. Then this TQC framework was suggested to include the following statements. എന്തൊക്കെയാണത് സ്റ്റേറ്റ്മെൻറ്റ്സ്? TQC is a business philosophy which groups together manufacturing, engineering, marketing and sales. അപ്പോൾ TQC എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഒരു ഫിലോസഫി എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് ചെയ്യുന്നു. ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു രീതി. The TQC should be considered as a mindset to approve only criteria which lead to better than acceptable quality. That means use of continuous improvement. TQCയുടെ എയിം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുക, അതും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഇൻവോൾവ്മെൻറ്റോടുകൂടി ഇംപ്രൂവ് ചെയ്യുക. TQC is a continuous process for improvement where current standards present the opportunity for the achievement of new and higher targets. അപ്പോൾ നിലവിലുള്ളതിൽ എങ്ങനെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് TQC എന്ന് പറയുന്ന കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ്സിലൂടെ മനസ്സിലാവുന്നു. ദെൻ കമ്പനി വൈഡ് ക്വാളിറ്റി കൺട്രോൾ. TQC പോലെ തന്നെ അതേ കൺസെപ്റ്റ് ഉള്ള ഒരു ടേമാണ് കമ്പനി വൈഡ് ക്വാളിറ്റി കൺട്രോൾ. എന്താണ്? ദിസ് ഈസ് അനദർ ടെർമിനോളജി ഫോർ TQC വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ജപ്പാൻ. The emphasis here is once again on the total
control of quality organization wide and with the contribution of every department, every individual within the organization. അപ്പോൾ കമ്പനി വൈഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ കമ്പനി വൈഡായിട്ട് ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നു. ദെൻ അവിടെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോട്ട് കോൺട്രിബ്യൂഷൻ ഓഫ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് എവറി ഇൻഡിവിജ്വൽ വിത്തിൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റേയും എല്ലാ ഇൻഡിവിജ്വലിൻ്റെയും കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നല്ലൊരു ക്വാളിറ്റിയിലേക്ക് എത്തിച്ചേരുക. Then definitions of TQC. Management principles and the statistical control of quality to all stages of planning, design, production, service, marketing, accounting and administration. ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്, ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും യൂസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. It aims at achieving disruption-free, error-free activities that produce defect-free products and services. ഇപ്പോൾ ഡിഫക്റ്റ് ഫ്രീ ആയിട്ടുള്ള കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലെവലിലേക്കുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസ് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് TQC വർക്ക് ചെയ്യുക. Then at a quality cost suited to their market. Then problem analysis in order to develop long-term solutions rather than response to short-term variations. അപ്പോൾ ഷോർട്ട് ടൈം ഉണ്ടാകുന്ന വേരിയേഷൻസിനെ സോൾവ് ചെയ്യുക എന്നതിലേക്കുപരി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കണ്ടുകൊണ്ട് ലോങ് ടൈം സൊല്യൂഷൻസ് എന്ന രീതിയിലേക്കാണ് TQC ഫോക്കസ് ചെയ്യുക. പർസ്യൂട്ട് ഓഫ് ക്വാളിറ്റി ത്രൂ ദ എലിമിനേഷൻ ഓഫ് വേസ്റ്റ് ആൻഡ് നോൺ വാല്യൂ ആഡിങ് പ്രൊസീജിയേഴ്സ് ആൻഡ് അഷ്യൂറിങ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ വേസ്റ്റ് അത് നമ്മൾ ഉടനെ തന്നെ പഠിക്കും എന്താണ് വേസ്റ്റ് എന്നുള്ളത്. വേസ്റ്റ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് വാല്യൂ ആഡ് ചെയ്യാത്ത ഫീച്ചേഴ്സ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വാല്യൂ ആഡ് ചെയ്യാത്ത ആക്ടിവിറ്റീസ് പ്രൊസീജിയേഴ്സ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക. ദെൻ every member of any business organization from the top executive to the person on the lowest rung of the organizational hierarchy in solving quality, cost and production problems. അപ്പോൾ എല്ലാവരുടെയും ഇൻവോൾവ്മെൻ്റ് ആണ് എന്തിന്? in solving quality, cost and production problems. Total quality control is the statistical control of quality applied to the total operation of an organization to produce dependable goods and services at a low cost suited to the market. For market suitable ആയിട്ടുള്ള പ്രോഡക്ട്സ് സർവീസുകൾ കൊണ്ട് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന ലെവലിലേക്ക് എത്തുന്നു. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഡെലിവറി ചെയ്യണമെങ്കിൽ ആ രീതിയിലുള്ളൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ദെൻ ആൻ എഫക്റ്റീവ് സിസ്റ്റം ഫോർ ഇൻ്റഗ്രേറ്റിംഗ് ദ ക്വാളിറ്റി ഡെവലപ്മെൻറ്റ്, ക്വാളിറ്റി മെയിൻ്റനൻസ് ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് എഫേർട്സ് ഓഫ് ദ വേരിയസ് ഗ്രൂപ്പ് ഇൻ എൻ ഓർഗനൈസേഷൻ. അപ്പോൾ ക്വാളിറ്റി ഡെവലപ്മെൻറ്റ്, ക്വാളിറ്റി മെയിൻ്റനൻസ് ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ് ഈ മൂന്ന് കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന രീതി. എന്തിനു വേണ്ടി? സോ ആസ് ടു എനേബിൾ മാർക്കറ്റിംഗ്, എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് സർവീസസ് അറ്റ് ദ മോസ്റ്റ് എക്കണോമിക്കൽ ലെവൽസ് വിച്ച് അലോ ഫോർ ഫുൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഫുൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒന്നിലേക്ക് എത്തിച്ചേരാൻ. അപ്പോൾ അതിനുവേണ്ടി ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന മാർക്കറ്റിംഗ്, എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് അത് എഫക്റ്റീവായിട്ട് എക്കണോമിക്കായിട്ട് ചെയ്തുകൊണ്ട് ഫുൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിച്ചേരുന്നു. ദെൻ നമ്മൾ അടുത്തത് എന്താണ് വേസ്റ്റ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേസ്റ്റ്. ആ വേസ്റ്റ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? ടോട്ടൽ വേസ്റ്റ് എലിമിനേഷൻ. വാട്ട് എക്സാക്ട്ലി ഈസ് വേസ്റ്റ്? എന്താണ് വേസ്റ്റ്?
It is anything that does not add value to customer. ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് വാല്യൂ ഇല്ലാത്ത എല്ലാം ഒരു പ്രോഡക്റ്റിലുണ്ട് എങ്കിൽ ദാറ്റ്സ് വേസ്റ്റ്. Does not add value to customer. That is waste. In other words, customers are not willing to pay for it. അപ്പോൾ എന്താണോ വാല്യൂ അല്ലാത്തത് കസ്റ്റമറിനെ സംബന്ധിച്ചത്, ദാറ്റ് ഈസ് വേസ്റ്റ്. ആൻഡ് കസ്റ്റമേഴ്സ് ആർ നോട്ട് വില്ലിംഗ് ടു പേ ഫോർ ഇറ്റ്. ദെൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു കമ്പനി പ്രോഡക്ട്സ് ധാരാളമായി ഉണ്ടാക്കി, ദെൻ അത് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ധാരാളമായി വേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിൽ അപ്പം ഒരുപാട് പ്രോഡക്ട്സുകൾ ഉണ്ടാക്കിയത് മൂലം അതിങ്ങനെ കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്തത് മൂലം കുറച്ച് പ്രോഡക്ട്സ് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഡിഫക്റ്റായി പോയി എങ്കിൽ അവിടെ നഷ്ടം കമ്പനിക്കാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു വേസ്റ്റ്, അത് ഒരു വേസ്റ്റിന് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പം അതുപോലെ തന്നെ വാല്യൂ ആഡ് ചെയ്യാത്തതായിട്ടുള്ള എല്ലാം അത് വേസ്റ്റാണ്. കസ്റ്റമർ അതിന് പേ ചെയ്യുന്നില്ല. അപ്പം അത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് നഷ്ടമാണ്. അപ്പോൾ ഈ വേസ്റ്റുകൾ ഏറ്റവും മിനിമൈസ് ചെയ്യുക, അതാണ് ഒരു ഓർഗനൈസേഷൻ ലക്ഷ്യം. Moreover, any activity that does not add value to a product from the customer's perspective is called waste. Then വേസ്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. ആ വേസ്റ്റുകളെ ഏറ്റവും മാക്സിമം റിമൂവ് ചെയ്യാൻ പറ്റുന്ന അത്രയും റിമൂവ് ചെയ്യുക. കാരണം എന്താണ്, വേസ്റ്റ് അത് വാല്യൂ ആഡ് ചെയ്യുന്നില്ല, എന്നാൽ ഓർഗനൈസേഷൻ അത് നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ദെൻ ടൈപ്സ് ഓഫ് വേസ്റ്റ് ഇൻ വർക്ക് പ്ലേസ്. എന്തൊക്കെയാണ് ആ വേസ്റ്റ്, അല്ലെങ്കിൽ ജാപ്പനീസ് ഭാഷയിൽ മുഡ. അപ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മുഡ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോവുക. അപ്പോൾ നമുക്ക് ഡിഫെക്ട്സ് എന്ന് പറയുന്ന ഒരു വേസ്റ്റ് ഉണ്ട്. അത് നമുക്കറിയാം എന്താണ്, പ്രോഡക്റ്റ് ഡിഫക്റ്റീവായി പോയി, അപ്പോൾ അത് നഷ്ടമുണ്ടാക്കി. Then overproduction, waiting, non-utilizing talent, transportation, inventory, motion waste, and last one is over processing. ഇതാണ്, ഇത്രയും വേസ്റ്റുകളാണ് നമുക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന, ഇത്രയും വേസ്റ്റുകളെയാണ് നമുക്ക് മിനിമൈസ് ചെയ്യേണ്ടത്. ദെൻ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫെക്റ്റ്. ഇത് പ്രോഡക്റ്റ് ഡിഫക്റ്റീവായി പോയി. ഡിഫെക്ട്സ് ആർ പ്രോഡക്ട്സ് ഓർ സർവീസസ് ദാറ്റ് ആർ ഔട്ട് ഓഫ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തപ്പോൾ ഔട്ട് ഓഫ് സ്പെക്ക് ആയിപ്പോയി, ദെൻ അത് ഒരിക്കലും ഫിറ്റ്നസ് ഫോർ യൂസ് ആവില്ല, ദെൻ അത് വേസ്റ്റായി മാറി. ദെൻ ഇൻ അഡീഷൻ ടു ഫിസിക്കൽ ഡിഫെക്ട്സ് വിച്ച് ഡയറക്ട്ലി ആഡ് ടു ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ദിസ് മേ ഇൻക്ലൂഡ് എറർ ഇൻ പേപ്പർ വർക്ക്, ലേറ്റ് ഡെലിവറി, പ്രൊഡക്ഷൻ അക്കോർഡിംഗ് ടു ഇൻകറക്റ്റ് സ്പെസിഫിക്കേഷൻസ്, യൂസ് ഓഫ് ടു മച്ച് റോ മെറ്റീരിയൽസ് ഓർ ജനറേഷൻ ഓഫ് അൺനെസസറി സ്ക്രാപ്പ്. ഇതെല്ലാം ഈ പറയുന്ന ഡിഫക്റ്റീവായിട്ട് വരുന്നതിനെ ഡിഫക്റ്റീവായിട്ടുള്ള വേസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. വെൻ ഡിഫക്റ്റ് ഒക്കേഴ്സ്, റീവർക്ക് മേ ബി റിക്വയർഡ്, അതർവൈസ് പ്രോഡക്റ്റ് വിൽ ബി സ്ക്രാപ്പ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡിഫക്റ്റീവായി മാറിയാലും അത് റീവർക്ക് ചെയ്ത് വീണ്ടും ശരിയാക്കാൻ സാധിക്കുന്നെങ്കിൽ ഓക്കെ, അല്ലാത്ത പക്ഷം റീവർക്ക് ചെയ്ത് ശരിയാക്കാൻ സാധിക്കാത്തതാണെങ്കിൽ അത് ഫെയിലിയറായി മാറി, അത് സ്ക്രാപ്പായി മാറി. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡിഫക്റ്റുകളെ ഏറ്റവും മിനിമൈസ് ചെയ്യുക. ഡിഫക്റ്റ് എന്ന ഈ വേസ്റ്റിനെ മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്യണമെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ളൊരു ഓർഗനൈസേഷനിലെ ഓരോ പ്രോസസ്സും ക്വാളിറ്റി ഉള്ളതായി മാറണം. ദെൻ സെക്കൻഡ് വേസ്റ്റാണ് ഓവർ പ്രൊഡക്ഷൻ. അപ്പോൾ ഡിമാൻഡ് എന്താണോ, ഒരു മാർക്കറ്റിലെ ഡിമാൻഡ് എന്താണോ ആ ഡിമാൻഡ് മനസ്സിലാക്കാതെ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. Overproduction means producing the products in excess quantity which are not required for next operation or customer. അപ്പോൾ ഓവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ
എന്താണോ ഡിമാൻഡ് അതിനേക്കാൾ ഉപരി പ്രോഡക്ട്സുകൾ മാർക്കറ്റിലേക്ക് ഇറക്കി വെക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ വരും, അതായത് റോ മെറ്റീരിയൽസിൽ നിന്നും ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് മാറുന്നു. ഇതിനിടയ്ക്ക് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. ഈ ഓരോ സ്റ്റേജിലും ആ സ്റ്റേജിന് എന്താണോ റിക്വയർമെൻറ്റ് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള പാർഷ്യലി ഡെവലപ്ഡ് പ്രോഡക്ട്സ് വന്നാലും ദാറ്റ് ഈസ് ഓവർ പ്രൊഡക്ഷൻ. ഓവർ പ്രൊഡക്ഷൻ വെയർ പ്രൊഡക്ഷൻ എക്സീഡ്സ് കസ്റ്റമർ ഡിമാൻഡ്സ്. കസ്റ്റമർ ഡിമാൻഡ് എന്താണോ അതിനെ എക്സീഡ് ചെയ്യുന്ന രീതിയിലേക്ക് ധാരാളമായി പ്രോഡക്ട്സുകൾ ഇറക്കുന്നു. ഈസ് കൺസിഡേർഡ് ദ മോസ്റ്റ് ഹാംഫുൾ വേസ്റ്റ് ആസ് ഇറ്റ് ഇറ്റ്സെൽഫ് ക്രിയേറ്റ്സ് അഡീഷണൽ വേസ്റ്റ് ഇൻക്ലൂഡിങ് എക്സസ് ഇൻവെൻട്രി. അപ്പോൾ ഇത്തരത്തിൽ ധാരാളമായി പ്രോഡക്റ്റ്സ് ഇറക്കുകയാണെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് വേണം. അല്ലെങ്കിൽ ആ പ്രോഡക്റ്റുകൾ സ്റ്റോർ ചെയ്യുമ്പോഴും അത് ഡിഫക്റ്റായി പോകാതെ, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റുകൾ ഒരു കാരണവശാലും ഫെയിലിയർ ആകാത്ത തരത്തിൽ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അവിടെ അതൊരു എക്സ്ട്രാ ബാധ്യതയാവുകയാണ്, ഒരു എക്സസ് ആയിട്ടുള്ളൊരു ഇൻവെൻട്രി വരികയാണ് അവിടെ. Then overproduction increases money spent for energy, record keeping, documentation, tooling cost, manpower cost, overheads, space for storage, inventory cost. അപ്പോൾ ഓവർ പ്രൊഡക്ഷൻ മൂലം നമുക്ക് ഇത്രയും കാര്യങ്ങൾക്കായി അധികമായിട്ട് പൈസ ചിലവാക്കേണ്ടി വരികയാണ്. അപ്പോൾ ഡിമാൻഡ് എന്താണോ, മാർക്കറ്റിലേക്ക് എന്തുമാത്രം പ്രൊഡക്ട്സിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക. വൈ ഓവർ പ്രൊഡക്ഷൻ? ഓവർ പ്രൊഡക്ഷന് കാരണം എന്താണ്? നോ കോൺഫിഡൻസ് ഇൻ പ്രോസസ്, നോ കോൺഫിഡൻസ് ഓൺ സെറ്റപ്പ് ക്വാളിറ്റി, നോൺ കോൺഫിഡൻസ് ഓൺ എക്യുപ്മെൻറ്റ്, നോൺ കോൺഫിഡൻസ് ഓൺ പീപ്പിൾ. അപ്പോൾ കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ മാർക്കറ്റിനെ കറക്റ്റായിട്ട് അസസ് ചെയ്ത് എന്തുമാത്രം വേണം എന്നുള്ളതിനെക്കുറിച്ചൊരു കറക്റ്റായിട്ടൊരു ഐഡിയ ഇല്ല. ഇനി അതല്ല, പാർഷ്യലി ഡെവലപ്ഡ് പ്രോഡക്റ്റിൻ്റെ കേസിലാവുകയാണെങ്കിൽ അവിടെയും കോൺഫിഡൻസ് ഇല്ല. ഓരോ മെഷീനെയും കോൺഫിഡൻസ് ഇല്ല, അവിടുത്തെ വർക്ക് ചെയ്യുന്ന പീപ്പിളിനെ കോൺഫിഡൻസ് ഇല്ല, ആ ഒരു ഓവറോൾ നടക്കുന്ന പ്രോസസ്സിന് കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഓരോ പ്രോസസ്സിൻ്റെയും വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ട് എങ്കിൽ കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽ ഫ്ലോ പോസിബിളാണ്. അല്ലാത്ത പക്ഷം ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകും. ഒരു എക്സാമ്പിളോടെ നമുക്ക് ഓവർ പ്രൊഡക്ഷൻ കാണിക്കാം. ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓവർ പ്രൊഡക്ഷൻ ഇത് ഒരു സ്റ്റേജാണ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പോൾ നമ്മുടെ റോ മെറ്റീരിയൽസ് ഓരോ സ്റ്റേജ് വഴി കയറി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആവുന്നത് കരുതുക. അതിൽ 1 എന്ന സ്റ്റേജിലേക്ക് നമ്മൾ ധാരാളം റോ മെറ്റീരിയൽസ് കൊടുക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ധാരാളം പാർഷ്യലി ഡെവലപ്ഡ് പ്രോഡക്ട്സിനെ 1 മേക്ക് ചെയ്യുന്നു, അത് 2 സപ്ലൈ ചെയ്തു. അപ്പോൾ 2 എന്താണോ റിക്വയർമെൻറ്റ് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള പ്രോഡക്ട്സുകളായിരിക്കും 2 വന്ന് കെട്ടിക്കിടക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ബാധിക്കും. കാരണം ഒരുപാട് പ്രോഡക്ട്സുകൾ കെട്ടിക്കിടക്കുമ്പോൾ മേ ബി പ്രോഡക്റ്റുകൾ ചീത്തയായി പോകാം, കേടായി പോകാം, അതിൽ എന്തെങ്കിലും തരത്തിൽ ഫെയിലിയേഴ്സ് ഉണ്ടാകാം. അപ്പോൾ അതൊക്കെയും കമ്പനിക്ക് ലോസാണ്. അപ്പോൾ അത്തരത്തിൽ ഓവർ പ്രൊഡക്ഷൻ മൂലം ഉണ്ടാകുന്ന വേസ്റ്റും എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെല്ലാം കാരണം കോൺഫിഡൻസ് ഇല്ലാത്ത ഒന്നാണ്. പ്രൊഡക്ഷനിലോ പ്രോസസ്സിലോ ആ കമ്പനിയിൽ നടക്കുന്ന ഓരോ കാര്യത്തിലും കോൺഫിഡൻസ് ഇല്ല, വ്യക്തമായൊരു ധാരണയില്ലാത്തത് കൊണ്ടാണ് ഓവർ പ്രൊഡക്ഷൻ സംഭവിക്കുക. ദെൻ വെയിറ്റിംഗ്. എന്താണ് വെയിറ്റിംഗ്? ഇറ്റ് ഈസ് ഐഡിയൽ ടൈം ഫോർ വർക്കേഴ്സ് ഓർ മെഷീൻസ് ഡ്യൂ ടു ഇൻഎഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ഫ്ലോ ഓൺ ദ ഫാക്ടറി ഫ്ലോ. അപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇവിടെ ഇതൊരു സ്റ്റേജാണ്, സ്റ്റേജ് 1. ഇത് വേറൊരു സ്റ്റേജാണ്, സ്റ്റേജ് 2. ദെൻ ഇത് സ്റ്റേജ് 3. അപ്പോൾ മെറ്റീരിയൽ സ്റ്റേജ് 1 വരുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ദെൻ അതിനുശേഷം അത് സ്റ്റേജ് 2 പോകുന്നു, എഗെയിൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ദെൻ സ്റ്റേജ് 3 വരുന്നു, അവിടുന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് ഫൈനലായിട്ട് പ്രോഡക്റ്റിനെ കിട്ടുന്നു എന്ന് കരുതുക. സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഇത്. അപ്പോൾ ഇവിടെ സ്റ്റേജ് 1 നിന്ന് സ്റ്റേജ് 2 അതുപോലെ 2 നിന്ന് 3 പ്രോഡക്റ്റ് ഫ്ലോ ഉണ്ടാകുന്നു. അപ്പോൾ 1 നിന്ന് നമ്മൾ റോ മെറ്റീരിയൽ 1 സ്റ്റേജ് സ്വീകരിച്ചു. ദെൻ സ്റ്റേജ് 1 അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ റോ മെറ്റീരിയലിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും സമയം സ്റ്റേജ് 2 മെറ്റീരിയൽസ് ഒന്നുമില്ല പ്രോസസ്സ് ചെയ്യാൻ.
അങ്ങനെ അങ്ങനെ ഒരവസ്ഥ വരികയാണെങ്കിൽ സ്റ്റേജ് 2-ൽ വർക്ക് ചെയ്യുന്ന മെഷീൻസ്, വർക്കേഴ്സ് അവരെല്ലാം ഐഡിയലായിട്ടിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് മെറ്റീരിയൽ ഇല്ലാത്തപ്പോൾ അവർ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർ ഐഡിയലായിട്ടിരിക്കും. മീൻസ് അവരുടെ ടൈം അത്രയും അവർ ചുമ്മാതിരിക്കുന്നത് കൊണ്ട് അത് പ്രൊഡക്ഷനെ ബാധിക്കും. അത് ഒരു വേസ്റ്റായിട്ട് ആഡ് ചെയ്യും. കാരണം പ്രൊഡക്ഷൻ ഇല്ല, അപ്പോൾ അവർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ അത്രയും സമയം അത് വേസ്റ്റായി പോവുക. അത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അത് അധികമായിട്ട് വരുന്ന നഷ്ടമാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു നഷ്ടം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? സ്റ്റേജ് 1-ൽ വർക്ക് ചെയ്യാൻ ആവശ്യമായ അത്രയും മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യണം. അതുപോലെ സ്റ്റേജ് 2-ലും അവർക്ക് എന്തുമാത്രമാണോ റിക്വയർമെൻറ്റ് വേണ്ട ആ റിക്വയർമെൻറ്റിനുള്ള പാർഷ്യലി ഡെവലപ്ഡ് പ്രോഡക്റ്റ് അവർക്ക് കിട്ടണം. 3-ലും അതുപോലെ കിട്ടണം. ആ രീതിയിൽ മെറ്റീരിയൽസിൻ്റെ ഫ്ലോ അറേഞ്ച് ചെയ്യണം. മീൻസ് ഐഡിയൽ ടൈം, മാനും മെഷീനും ഐഡിയലായിട്ടിരിക്കുന്ന ആ ഒരു ടൈം അത് മിനിമൈസ് ചെയ്യണം. അപ്പോൾ അതാണ് പറയുന്നത്, ഇറ്റ് ഈസ് ഐഡിയൽ ടൈം ഫോർ വർക്കേഴ്സ് ഓർ മെഷീൻസ് ഡ്യൂ ടു ഇൻഎഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ഫ്ലോ. നമ്മൾ നേരത്തെ ഞാൻ വരച്ച പോലെ 1-ലേക്ക് എല്ലാം കൊടുത്തു, 1-ൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി 2-ലേക്ക് എത്തണം. അപ്പോൾ അത്രയും നേരം 2-ഉം 3-യും വെറുതെ ഇരിക്കട്ടെ എന്ന രീതിയിലാണ് ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് എങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള മോഷൻ വേസ്റ്റ് ഉണ്ടാകും. വെയിറ്റിംഗ് മൂലം ഉണ്ടാകുന്ന വേസ്റ്റ് ഉണ്ടാകും. ദെൻ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ 1 എന്ന സ്റ്റേജിലും 2 എന്ന സ്റ്റേജിലും 3 എന്ന സ്റ്റേജിലും അവർക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ തക്ക രീതിയിലാണ് അവിടുത്തെ മെറ്റീരിയൽസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എങ്കിൽ 3 സ്റ്റേജിലെ ആൾക്കാരും എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഐഡിയൽ ടൈം എന്ന് പറയുന്നത് ഇല്ലാണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഈ വെയിറ്റിംഗ് മൂലം ഉണ്ടാകുന്ന വേസ്റ്റ് മിനിമൈസ് ചെയ്യാനുള്ള മാർഗം. അതിനുള്ളൊരു എക്സാമ്പിളാണ് എംപ്ലോയീസ് വെയിറ്റ് ഫോർ മെറ്റീരിയൽസ്, equipment waits for maintenance or work in progress wait for the employee to return. Then ഇനി അടുത്ത ഒരു വേസ്റ്റ് ആണ് നോൺ യൂട്ടിലൈസിങ് ടാലൻറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം. ബൈ അണ്ടർ യൂട്ടിലൈസിങ് എംപ്ലോയി സ്കിൽസ് ആൻഡ് നോളജ് ഓർഗനൈസേഷൻ ലിമിറ്റ് ദെയർ പൊട്ടൻഷ്യൽ. ഇപ്പോൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവർ എക്സ്പീരിയൻസ്ഡ് ആണ്, അവർക്ക് ഒരുപാട് സ്കിൽസ് ഉണ്ട്, നോളജ് ഉണ്ട്, ഐഡിയാസ് ഉണ്ട്. പക്ഷെ അതൊന്നും അവരുടെ യൂസ് ചെയ്യാതെ അവർക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള വർക്ക് ഓർഗനൈസേഷൻ കൊടുത്തുകൊണ്ട് അവരുടേതായ റൂട്ടീനിൽ പോവുകയാണെങ്കിൽ അവരെ ഫുള്ളായിട്ടും അവരുടെ ഫുൾ പൊട്ടൻഷ്യലും യൂസ് ചെയ്യാതെ പോകുന്നു. അപ്പോൾ അവരുടെ യൂട്ടിലൈസ് ചെയ്യാത്ത ടാലൻറ്റ് ഒരു വേസ്റ്റായിട്ട് ഓർഗനൈസേഷനിൽ കിടക്കുന്നു. മറിച്ച് അവരുടെ പൊട്ടൻഷ്യൽ എന്താണോ അവരുടെ കാലിബർ ഫുള്ളായിട്ടും മനസ്സിലാക്കി അവരെ ഫുൾ പൊട്ടൻഷ്യൽ ഫുൾ സ്വിങ്ങിൽ തന്നെ അവരെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് അവിടെ അവരുടെ ഫുൾ ടാലൻറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുക. ദെൻ അടുത്ത വേസ്റ്റാണ് ട്രാൻസ്പോർട്ടേഷൻ വേസ്റ്റ്. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ വേസ്റ്റ്? നമുക്ക് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് എനി മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ ദാറ്റ് ഡസ് നോട്ട് ആഡ് എനി വാല്യൂ ടു ദ പ്രോഡക്റ്റ് such as moving materials between workstations. അപ്പോൾ ഇതിന് എക്സാമ്പിളോട് തന്നെ പറയാം. ഒരു മെറ്റീരിയൽ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കണം, ആ പ്രോഡക്റ്റിന് ആവശ്യമായ മെറ്റീരിയൽ അത് ഒരു എക്സാമ്പിളോട് തന്നെ കാണിക്കാം. ഇതാണ് ഓർഗനൈസേഷനിൽ പ്രോഡക്റ്റ് പ്രോസസ്സ് ചെയ്യുന്നത് എന്ന് കരുതുക. റോ മെറ്റീരിയൽ വളരെ ദൂരെയാണെന്ന് കരുതുക. ഇപ്പോൾ റോ മെറ്റീരിയൽ അവിടുന്ന് ഇവിടം വരെ കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും ദൂരം റോ മെറ്റീരിയൽ ട്രാവൽ ചെയ്യണം. അതിനുശേഷം നമുക്കിവിടെ ഓരോ സ്റ്റേഷൻസ് ഉണ്ട്. ഈ ഓരോ സ്റ്റേഷൻസിലൂടെയും കടന്നാണ് റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകുന്നതെന്ന് കരുതുക. ഈ ഓരോ സ്റ്റേഷൻസും വളരെ വളരെ ദൂരെയാണ് എങ്കിൽ ഇവിടുന്ന് പ്രോസസ്സ് ചെയ്തു, അതിനുശേഷം ആ പാർഷ്യലി ഡെവലപ്ഡ് പ്രോഡക്റ്റിനെ അടുത്ത ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രോസസ്സ് ചെയ്തു, ദെൻ അടുത്ത ഏരിയയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ 1, 2 അല്ലെങ്കിൽ 3 ഇത് തമ്മിലുള്ള ദൂരം വളരെ കൂടുതലാണെങ്കിൽ മെറ്റീരിയൽ ഒരുപാട് ടൈം ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ
ആ ട്രാൻസ്പോർട്ടേഷൻ മൂലം കുറേ സമയം നഷ്ടപ്പെടും. അപ്പോൾ അതാണ് ട്രാൻസ്പോർട്ടേഷൻ വേസ്റ്റ്. ഇത് ഒരു മെറ്റീരിയലിൻ്റെ കേസ് മാത്രമാണ്. ഇനി എംപ്ലോയീസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ആ ഏരിയയിൽ, ഇതാണ് എംപ്ലോയി എങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ആ ഏരിയയിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, എല്ലാ ടൂൾസും അവൈലബിൾ ആയിരിക്കണം. ഇപ്പോൾ ടൂൾസ് വളരെ ദൂരെയാണ് എങ്കിൽ എംപ്ലോയി ടൂൾ എടുക്കാൻ അത്രയും ദൂരം പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ആ സഞ്ചരിച്ച ദൂരം അത് കൂടുതലാണെങ്കിൽ അത്രയും ടൈം വേസ്റ്റ് ആവുക, എംപ്ലോയി വർക്ക് ചെയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരിക. മറിച്ച് എംപ്ലോയിയുടെ ചുറ്റും എംപ്ലോയിക്ക് വേണ്ട ഫുൾ റിക്വയർമെൻറ്റ്സ് എന്താണോ അതുണ്ട് എങ്കിൽ എംപ്ലോയി ട്രാൻസ്പോർട്ടേഷൻ മൂലം ഉണ്ടാകുന്ന ആ ടൈം, വേസ്റ്റ് ആകുന്ന ആ ടൈം ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ട്രാൻസ്പോർട്ടേഷൻ മൂലം ഉണ്ടാകുന്ന വേസ്റ്റ്. എനി മൂവ്മെൻറ്റ് ഇൻ ദ ഫോംസ് കുഡ് ബി വ്യൂഡ് ആസ് വേസ്റ്റ്. എനി മൂവ്മെൻറ്റ് മീൻസ് ഈ മൂവ്മെൻറ്റ് ഏറ്റവും മിനിമം ആക്കണം. മെറ്റീരിയൽ മൂവ് ചെയ്യുന്നതും മാൻ മൂവ് ചെയ്യുന്നതും ഏറ്റവും മിനിമം ആക്കാൻ സാധിച്ചാൽ മൂവ്മെൻറ്റ് മൂലം ഉണ്ടാകുന്ന, അതായത് ട്രാൻസ്പോർട്ടേഷൻ മൂലം ഉണ്ടാകുന്ന വേസ്റ്റിനെ മിനിമൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ പോസിബിൾ ആകും? ആ ഒരു രീതിയിൽ ആ ഒരു ഫോമിൻ്റെ സ്ട്രക്ചർ മീൻസ് മെറ്റീരിയൽ എങ്ങനെ ഫ്ലോ ചെയ്യണം, അതുപോലെ ഓരോ വ്യക്തികളും എങ്ങനെ എവിടെ ഇരിക്കണം, എങ്ങനെ വർക്ക് ചെയ്യണം, ഓരോ മെഷീൻസും എങ്ങനെ വെക്കണം തുടങ്ങി എല്ലാത്തിനും ഒരു വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ്ങിൽ ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ ആകുകയും വേണം. അപ്പോൾ അതാണ് ട്രാൻസ്പോർട്ടേഷൻ മൂലം ഉണ്ടാകുന്ന വേസ്റ്റ്. Transportation occurs whenever products are transported from one location to another. Then next ആണ് ഇൻവെൻട്രി. ഇൻവെൻട്രി മീൻസ് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ. ഒരുപാട് പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ ഒരുപാട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഓവർ പ്രൊഡക്ഷനിൽ കണ്ട പോലെ പാർഷ്യലി ഡെവലപ്ഡ് പ്രോഡക്റ്റ് ഒരുപാട് എണ്ണം ഒരു മെഷീൻ്റെ അടുത്ത് കൂടിക്കിടക്കുവാണല്ലോ, എന്ത് സംഭവിക്കും അവിടെ? അതാണ് ഇൻവെൻട്രി. Inventories such as raw materials, work in progress or goods. നമ്മൾ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് പാർഷ്യലി ഡെവലപ്ഡ് പ്രോഡക്റ്റുകളായിരിക്കാം, അതല്ലെങ്കിൽ ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കാം. അപ്പോൾ അതെല്ലാം ധാരാളമായി നിർമ്മിച്ചാൽ വിച്ച് ആർ സിറ്റിംഗ് ഐഡിയൽ ഈസ് കൺസിഡേർഡ് വേസ്റ്റ് ആസ് ഇറ്റ് ഹാസിൻറ്റ് യെറ്റ് കോൺട്രിബ്യൂട്ടഡ് വാല്യൂ ടു ദ എൻഡ് കസ്റ്റമർ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇൻവെൻട്രി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരുപാട് പ്രോഡക്ട്സുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഒരുപാടെണ്ണം മേടിച്ച് വെച്ചിരിക്കുകയാണ്, അതല്ലെങ്കിൽ പാർഷ്യലി ഡെവലപ്ഡ് പ്രോഡക്റ്റുകൾ ഒരുപാടെണ്ണം ഓരോ എക്യുപ്മെൻറ്റേയും സൈഡിലായിട്ട് കെട്ടിക്കിടക്കുകയാണ്. അപ്പം എന്ത് സംഭവിക്കും? അങ്ങനെ പ്രോഡക്ട്സുകൾ അങ്ങനെ മെറ്റീരിയൽസ് ഒരുപാട് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഇൻവെൻട്രി. അങ്ങനെ കെട്ടിക്കിടന്നാൽ ആ മെറ്റീരിയൽസ് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം മെറ്റീരിയൽസ് തുരുമ്പെടുക്കുകയോ കൊറോഷൻ മൂലം വന്ന് അത് നശിക്കുകയോ ചെയ്യാതെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് വേണ്ട ഒരു കെയർ പ്രൊവൈഡ് ചെയ്യണം. കാരണം എന്തെങ്കിലും രീതിയിൽ ഒരു ഡാമേജ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ ഇൻവെൻട്രി വലിയൊരു ബാധ്യതയാണ്. ഇൻവെൻട്രി മൂലം അഡീഷണലായിട്ട് കോസ്റ്റ് ആവശ്യമായി വരും, കാരണം ആ ഇൻവെൻട്രിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. സോ ആ ഇൻവെൻട്രി എന്ന വേസ്റ്റിനെ മിനിമൈസ് ചെയ്യുക. എങ്ങനെ മിനിമൈസ് ചെയ്യും? ആവശ്യമുള്ളത് മാത്രം പർച്ചേസ് ചെയ്യുക റോ മെറ്റീരിയൽസ്. എപ്പോഴും മെറ്റീരിയലിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഓരോ എക്യുപ്മെൻറ്റ്സിലും ഇത്ര മെറ്റീരിയൽസ് എന്താണോ റിക്വയർമെൻറ്റ്, ആ റിക്വയർമെൻറ്റിന് ആവശ്യമായ അത്രയും സഫിഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഫില്ല് ചെയ്യുന്ന രീതിയിലേക്ക് മാറുക. ദെൻ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നതും ഡിമാൻഡിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം, ഡിമാൻഡിനനുസരിച്ചുള്ള എമൗണ്ടിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം സപ്ലൈ ചെയ്യേണ്ടത്. അത് ഓവറാവരുത്. Extra inventory leads to higher inventory financing costs, higher storage cost and higher defect rate. ഇപ്പോൾ ഉദാഹരണം, ഒരുപാട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്താൽ, ആവശ്യത്തിൽ കൂടുതൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ അത്രയും മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനുള്ള വലിയൊരു സ്പേസ് വേണം, അത്രയും മെറ്റീരിയൽസിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ ഇതെല്ലാം അഡീഷണൽ ആയിട്ടുള്ളൊരു കോസ്റ്റാണ്. ദെൻ മോഷൻ വേസ്റ്റ്. എന്താണ് മോഷൻ വേസ്റ്റ്? It includes any unnecessary physical motion or walking by workers which divert them from actual processing work. ഇപ്പോൾ വർക്കേഴ്സ് അനാവശ്യമായി മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ വർക്കേഴ്സ്
ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഒരു ചെറിയ ടൂൾ എടുക്കാൻ വേണ്ടി മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ ടൂൾ എപ്പോഴും ദൂരത്ത് വെച്ചതുകൊണ്ട് നിരന്തരമായി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവരുടെ വർക്കിംഗ് എഫിഷ്യൻസി അത് ബാധിക്കും. കൂടുതൽ സമയവും ട്രാൻസ്പോർട്ടേഷനിലൂടെ വേസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അൺനെസസറി മോഷൻസ് അത് മാക്സിമം ഒഴിവാക്കുക. കാരണം അത് വേസ്റ്റാണ്. എംപ്ലോയി അൺനെസസറി ആയിട്ട് മൂവ് ചെയ്യുന്നത് മൂലം എംപ്ലോയിയുടെ അത്രയും സമയവും എംപ്ലോയി വർക്ക് ചെയ്യാതിരിക്കുകയാണ്, ഐഡിയലായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫിസിക്കൽ മോഷൻസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് മോഷൻ വേസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. ദിസ് മൈറ്റ് ഇൻക്ലൂഡ് വാക്കിംഗ് അറൗണ്ട് ദ ഫാക്ടറി ഫ്ലോർ ടു ലുക്ക് ഫോർ എ ടൂൾ ഓർ ഈവൻ അൺനെസസറി ഓർ ഡിഫിക്കൽട്ട് ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ഡ്യൂ ടു പുവർലി ഡിസൈൻഡ് എർഗണോമിക്സ് വിച്ച് സ്ലോ ഡൗൺ ദ വർക്കേഴ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ ഞാൻ എടുക്കുന്നത്. ഒരു വർക്കറുണ്ട്, ആ വർക്കറിന് ചുറ്റും അദ്ദേഹത്തിന് എന്തൊക്കെയാണോ ആ വർക്ക് ചെയ്യാൻ ആവശ്യമായി വേണ്ട കാര്യങ്ങൾ അതെല്ലാം അടുത്തുണ്ട് എങ്കിൽ, മീൻസ് ഒരു കൈ നീളത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ടൂളുകളും അവൈലബിൾ ആണ് എങ്കിൽ അദ്ദേഹത്തിന് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ആ മോഷൻ വേസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും. മറിച്ച് ടൂളുകളെല്ലാം വളരെ ദൂരത്താണെങ്കിൽ ഓരോ പ്രാവശ്യവും ഓരോ ടൂൾ എടുക്കാൻ വളരെ ദൂരം സഞ്ചരിക്കേണ്ട കേസ് വരുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കറിൻ്റെ എഫിഷ്യൻസി അത് ബാധിക്കും. അതോടൊപ്പം തന്നെ മോഷൻ വേസ്റ്റ് കൂടുകയും ചെയ്യും. ദെൻ ഈ കാണുന്നതാണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വർക്കിംഗ് സിസ്റ്റം. അവിടെ ഈ കാണുന്ന ഓരോ റോബോട്ടുകളാണ്. ആ റോബോട്ടിന് വേണ്ട എല്ലാ റിക്വയർമെൻറ്റ്സും അതിന് ചുറ്റുമുണ്ട്. സോ അതുകൊണ്ട് അഡീഷണൽ ആയിട്ടൊരു മൂവ്മെൻറ്റ് അവിടെ ഉണ്ടാവുന്നില്ല. അൺനെസസറി മോഷൻ ക്യാൻ ഒക്കോർ ഡ്യൂ ടു ഇൻഎഫിഷ്യൻറ്റ് ലേഔട്ട്. അപ്പോൾ ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കുന്ന മെഷീൻ എവിടെ വേണം, മാൻ എവിടെ വേണം, എല്ലാം ഓരോ മെറ്റീരിയലും എങ്ങനെ ഫ്ലോ ചെയ്യണം, ആൾക്കാർ എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ള എല്ലാത്തിൻ്റെയും ഒന്നാണ് ലേ ഔട്ട്. ആ ലേ ഔട്ട് പുവറായിട്ട് ഉള്ളതാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേ ഔട്ട് ആണ് എങ്കിൽ അവിടെ എന്ത് ചെയ്യും, അൺനെസസറി മോഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം മോഷൻ വേസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതാണ് ഓവർ പ്രോസസ്സിങ്. എന്താണ് ഓവർ പ്രോസസ്സിങ്? മോർ പ്രോസസ്സിങ് വർക്ക് ദാൻ കസ്റ്റമർ റിക്വയർസ്. എന്താണോ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അതിനേക്കാൾ ഉപരി ഒരു പ്രോഡക്റ്റിൽ പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ ഫീച്ചർ ആഡ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് ഇറക്കുന്നു. ദെൻ മോർ പ്രോസസ്സിങ് വർക്ക് ദാൻ കസ്റ്റമർ റിക്വയർസ് ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ് ക്വാളിറ്റി ഓർ ഫീച്ചേഴ്സ് സച്ച് ആസ് പോളിഷിംഗ് ഓർ അപ്ലൈയിങ് ഫിനിഷിംഗ് ഇൻ സം ഏരിയാസ് ഓഫ് പ്രോഡക്റ്റ് ദാറ്റ് വിൽ നോട്ട് ബി സീൻ ബൈ ദ കസ്റ്റമർ. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് കസ്റ്റമർ വാങ്ങിച്ചു, അപ്പോൾ അതിൽ കസ്റ്റമർ കാണാത്ത പോർഷൻസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഒരു കാറ് വാങ്ങിച്ചു, കാറിൻ്റെ അടിയത്തെ പോർഷനിലെല്ലാം വളരെ വില കൂടിയ പെയിൻ്റ് അടിച്ചു. പക്ഷേ കസ്റ്റമറിന് ആവശ്യമില്ല, കാരണം അടിയത്തെ പോർഷനാണ് അതുപോലെ ഡേർട്ട് ആവുന്ന പോർഷൻസാണ്. അപ്പോൾ അവിടെ പെയിൻ്റ് അടിക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷെ അവിടെയൊക്കെ പെയിൻ്റ് അടിച്ചുകൊണ്ട് ആ പ്രോഡക്റ്റിൽ അഡീഷണലായിട്ട് ഓവർ പ്രോസസ്സ് ചെയ്തു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ കസ്റ്റമർ അത് ആവശ്യമില്ല. ദെൻ അത് ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂ കുറയ്ക്കും. അത് ഒരു അഡീഷണൽ ആയിട്ടുള്ള ബാധ്യതയായി ഓർഗനൈസേഷനെ വരികയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് പ്രോസസ്സിങ് ചെയ്യുക. മറിച്ച് അഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ഓരോ പ്രോസസ്സും ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഓവർ പ്രോസസ്സിങ് അതൊരു വേസ്റ്റായിട്ട് ആഡ് ചെയ്യും. Excess processing is any activity that is needed to produce a functioning product or service and can occur due to unnecessary drawn out processes. Processing beyond the standard. അപ്പോൾ എന്താണോ ഒരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്, ആ ഒരു ലിമിറ്റ്, കസ്റ്റമറിന് റിക്വയർമെൻറ്റ് ആവശ്യമായ അത്രയും ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അത്രയും പ്രോഡക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് കസ്റ്റമറിലേക്ക് അത് എത്തിക്കുന്നു. മറിച്ച് അഡീഷണലായിട്ട് കുറേ കാര്യങ്ങളോട് ചെയ്ത് ഓവറായിട്ട് പ്രോസസ്സ് ചെയ്ത് അത് കസ്റ്റമർ റിക്വയർമെൻറ്റിനെ അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ ബാധിക്കുന്ന ഒരു ലെവലിലേക്ക് മാറിയാൽ അത് വേസ്റ്റായി മാറും. ദെൻ ഹൗ ടു ഐഡൻറ്റിഫൈ ആൻഡ് എലിമിനേറ്റ് വേസ്റ്റ്. അപ്പം നമ്മൾ ഇത്രയും വേസ്റ്റുകൾ കണ്ടു. ഈ വേസ്റ്റുകളെയൊക്കെ ഇനി എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, അതിനുള്ള മെത്തേഡ്സ്
എന്തൊക്കെയാണ് എന്നുള്ളതാണ് പഠിക്കുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ പഠിക്കുക. ബാക്കിയുള്ളതൊക്കെ വരും മോഡ്യൂളിലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് എലിമിനേഷൻ ഓഫ് വേസ്റ്റ്, എങ്ങനെ നമുക്ക് വേസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ വേസ്റ്റ്, നമ്മൾ 8 വേസ്റ്റുകൾ പഠിച്ചു, ഈ ഓരോ വേസ്റ്റുകളും എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. താങ്ക് യു.